സന്നിധി തന്നിൽ നായക എന്നും. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്താവിഷയം വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. 42 മാസം എന്ന് പറഞ്ഞായ ഒരു ചിന്താവിഷയമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ചിന്തപ്പന്താക്കണം പോകുന്നത്. ഇവിടെ തരുന്ന ആധാരവാക്യം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു, 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. ഈ വേദവാക്യം വായിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാരെക്കുറിച്ച് പറയുന്നു, ഇത് എന്തിനെക്കുറിച്ച് പറയുന്നു നമുക്കറിയാൻ സാധിക്കും. ഈ കാലഘട്ടം നാം ജീവിക്കുന്നത്, ഇത് അന്ത്യകാലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ നാം കാണപ്പെടുന്നതായ മൃഗം, ഈ മൃഗത്തിൻ്റെ അനന്യത അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിത്വം, ഈ വചനം ശ്രവിക്കുന്ന, വചനം കേൾക്കുന്നതായ, വചനം പഠിക്കുന്നതായ, വചനം സംസാരിക്കുന്നതായ നാം ഓരോരുത്തരും തെറ്റിദ്ധരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുവാൻ ബൈബിൾ വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗത്തെ നയിക്കുന്നത് പിശാച് തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതായ ഞാൻ നിങ്ങളും, അല്ലെങ്കിൽ വചനം കേൾക്കുന്നതായ ദൈവജനം, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്, നശിക്കരുത് എന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. മൃഗത്തിൻ്റെ വ്യക്തിത്വം നമുക്കറിയാമെങ്കിൽ യോഹന്നാനിൽ 8:32 ഇങ്ങനെ നമ്മൾ പറയുന്നു, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനം അനേക മക്കളും പഠിക്കാത്തതിൻ്റെതായ ഒരു പരിമിത ഫലം, അവരിന്ന് ഈ മൃഗത്തിന് അടിമകളായിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്ത് നമ്മോട് പറയുന്നു, ആ വചനം അതേപടി അനുസരിക്കാതെ മൃഗം എന്ത് പറയുന്നുവോ അത് അനുസരിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിൽ അനേകം മക്കൾ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ തോക്കാൻ സാധിക്കും. ഇന്നത്തെ മൃഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ മൃഗത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ തോക്കാൻ സാധിക്കും, ഈ മൃഗത്തിൻ്റെ 2 പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ദാനിയേൽ 7 4-ാമത്തെ മൃഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ചെറിയ കൊമ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഒരു കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിനെ സൂചിപ്പിക്കുകയാണ്. അത് വ്യക്തമായിട്ട് ബൈബിൾ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് തെളിവായിട്ട് തരുന്നുമുണ്ട്. ബൈബിൾ അനുസരിച്ച് ഈ ചെറിയ രാജ്യം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കാലം, കാലങ്ങൾ, കാലാംശം എന്ന കാലഘട്ടം ഭരിക്കുകയും അക്കാലത്ത് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും ചെയ്തു പറയുന്നുണ്ട്. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോഴത്തേക്ക്, നാം വെളിപ്പാടും ദാനിയേലും വായിക്കുമ്പോഴത്തേക്ക് ഏകദേശം 1260 വർഷത്തോളം 42 മാസം ദൈവത്തിൻ്റെ വിശുദ്ധ ജനങ്ങളെ പീഡിപ്പിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ പ്രഭാതം നമ്മോട് എടുത്തു പറയുന്നുണ്ട്. ഈ വചനം എന്ന് പറഞ്ഞ കാര്യം ആ 3 വർഷക്കാലം സംസാരിക്കുമ്പോഴത്തേക്ക് അവിടെ വർഷം, 2 വർഷം, അര വർഷം, ഇതാണ് നാം നേരെ ചിന്തിച്ചതായ 42 മാസം എന്ന് പറഞ്ഞ കാര്യം. ഇത് ഇതിൻ്റെ 3.5 വർഷം എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ പറയാൻ തോക്കാൻ സാധിക്കും. ഈ 3.5 വർഷം, അതായത് 42 മാസം എന്ന് അർത്ഥമുള്ളതായ ഈ ഒരു വാക്യം 1260 എന്നതിന് തുല്യമാണ്. ഏകദേശം AD 538 മുതൽ 1798 വരെ നീണ്ടുന്ന പാപ്പാത്വ ആധിപത്യത്തിൻ്റെ കാലഘട്ടമായ അന്ധകാര യുഗത്തെ കുറിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടം നോക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ജനത്തിന് എതിരായി നിൽക്കുന്നതായ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് അറിയാൻ തൊക്കാൻ സാധിക്കും. നമുക്കറിയാം, പാപ്പാത്വ
റോം എന്താണെന്നും റോം എന്തിനുവേണ്ടി വന്നിരിക്കും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പിശാച് എന്ന് പറഞ്ഞ സാത്താൻ ഈ ലോകത്ത് ഉടലെടുത്ത് ദൈവത്തിൻ്റെ ജനത്തെ തെറ്റിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോടത് ആഹ്വാനം ചെയ്ത് പറയുന്നുണ്ട്. നാം ദാനിയേലും വെളിപ്പാടുമൊക്കെ വ്യക്തമായിട്ട് നന്നായിട്ട് നാം മനസ്സിരുത്തി വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സമുദ്രത്തിൽ നിന്ന്, അതായത് കടലിൽ നിന്നും കയറിയതായ ഒരു മൃഗം, അത് പാപ്പാത്വ റോമൻ കത്തോലിക്ക സഭയെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിൻ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഈ പാപ്പാത്വ റോം ദൈവത്തിൻ്റെ ജനത്തെ എങ്ങനെയെല്ലാം ഒടുക്കിക്കളയും, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയെല്ലാം തെറ്റിക്കാം എന്നുള്ളത് ഇന്ന് സാത്താൻ ഈ പാപ്പാത്ത റോമിൽ കൂടി അതിശക്തമായി പ്രവർത്തിച്ചു വരുന്ന നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. അധികം താമസമില്ല, ദൈവത്തിൻ്റെ ജനത്തിന് പീഡനങ്ങളെ ഏൽക്കൊണ്ടക്കോണം ഒരുങ്ങുന്നായ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ ഈ പ്രഭാതം നാം ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ച് ദൈവം നമ്മോടത്ത് പറയുന്നു അത് വ്യക്തമായി മനസ്സിലാക്കുന്നതൊക്കോണം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുക. ഈ കാലഘട്ടം നാം ദാനിയേലും വെളിപ്പാടും എന്ന ഈ 2 പുസ്തകങ്ങൾ വളരെ വ്യക്തമായിട്ട് നാം വായിക്കണം. വളരെ വ്യക്തമായിട്ട് നാം വായിക്കുമ്പോൾ പാപ്പാത്വ റോം ഇതാരാണ്, പിശാച് എന്താണ്, കടലിൽ നിന്ന് കയറുന്ന മൃഗം ആരാണ്, ഇതൊക്കെയും നമുക്ക് ദാനിയേൽ വെളിപ്പാട് വായിക്കുമ്പോഴത്തെ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ദാനിയേലും വെളിപ്പാടും എന്ന 2 പുസ്തകങ്ങളെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി നമ്മൊരിക്കലും ഈ ലോകത്തിലെ പിശാചിൻ്റെ അടിമയിൽപ്പെട്ടു പോകാതെ കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്നതായ ആ നിത്യമായ ഭവനത്തിൽ ഒരു ഭവനം കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല പ്രഭാതനാണ് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാപ്പാത്വ റോം ആരാണെന്നും പിശാച് എന്താണെന്നും കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് അടിയങ്ങളെ വിളിച്ചു പറയുന്നു. പിതാവേ, ഈ സമയങ്ങൾ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ചുകൊണ്ട് ഒരിക്കലും സാത്താന് കീഴ്പ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് വേഗം വരുന്ന യേശുക്രിസ്തു മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ യാചിക്കുന്നു. കേൾക്കണം നല്ല പിതാവായ ദൈവമേ. ആമേൻ.